ഒരു തരത്തിൽ അനുനയിപ്പിച്ച് ഇറാൻ സംഘത്തെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എത്തും എന്നാണ് പറയുന്നത്. ഈ ട്രംപ് വിടുവായ പറഞ്ഞ് വീണ്ടും ഭീഷണി മുഴക്കി താളമടിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കാൻ മതിയായി. കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കാന്ന് പറയില്ലേ, അത് എങ്ങനെയെങ്കിലും ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് ലോകം പഴയ നിലയിലാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ലോക സമൂഹത്തിന്റെ ചിന്തകൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഒരു ഭീകരവാദി, ഒരു കൊള്ളക്കാരനായിപ്പോയി അമേരിക്കന്റെ പ്രസിഡന്റ്. അത് അമേരിക്കക്കാരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്. ഒരു വല്ലാത്തൊരു ദുരന്തമാണ് ആ സാധനം. ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരാളെ കണ്ടിട്ടില്ല. അയാൾക്ക് വിജയിച്ചാൽ മതി, ബാക്കിയുള്ളവരുടെ അഭിമാനമോ മറ്റുള്ളവരുടെ ജീവിതമോ നോക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ അമേരിക്കയുടെ അഭിമാനം പോലെ അല്ലെങ്കിൽ സ്വന്തം സ്ഥാനത്തിന്റെ അഭിമാനം പോലെ തന്നെയാണ് മറ്റ് രാജ്യങ്ങളും അതുപോലെ അവരുടെ പ്രസിഡന്റുമാരും അവിടുത്തെ ജനജീവിതമൊന്നും ചിന്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഗുണ്ടയും തെമ്മാടിയുമായിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ കഴിയും. എല്ലാം കച്ചവടമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കച്ചവടമാണ്. മറ്റു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ അവർക്ക് കച്ചവട ചരക്ക് മാത്രമാണ്. അമേരിക്കയിലെ ജനങ്ങൾ മാത്രമാണ് ഈ ലോകത്തെ രാജ്യമായി ട്രംപ് കണക്കാക്കുന്നത്. ഇന്ത്യയെ പോലും ഇടയ്ക്ക് ചൊറിയുന്നത് കണ്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചൊറിയുന്നത് കണ്ടു. ചൊറിയാതിരിക്കാൻ അയാൾക്ക് പറ്റില്ല. കാര്യം ലോകത്ത് ഇത്രയും വൃത്തികെട്ട തെമ്മാടിയായിട്ടുള്ള ഒരു ഭരണാധികാരിയെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. Different angles. Don't forget to subscribe and support this channel.